ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ സ്റ്റോക്കിനെ പറ്റിയാണ്. പുതിയ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വർഷം മുന്നേ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് ഈ സ്റ്റോക്കിനെ പറ്റി. മറ്റൊന്നുമല്ല, സ്റ്റോക്കിന്റെ പേര് വാരി റിന്യൂവബിൾ ടെക്നോളജീസ്. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച സ്റ്റോക്കിനെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ സ്റ്റോക്ക് മാനേജ് ചെയ്തത്, എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്, ഇപ്പൊ എന്താണ് ആ സ്റ്റോക്കിന്റെ അവസ്ഥ, ഇന്ന് ആ സ്റ്റോക്കിന്റെ റിസൾട്ട്, ആക്ച്വലി ഇന്നലെയാണ് അതിന്റെ റിസൾട്ട് വന്നത്, ഇന്നലെ ആ സ്റ്റോക്കിന്റെ റിസൾട്ട് വന്നു. അപ്പോൾ ആ റിസൾട്ടിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഡിസ്ക്ലെയിമർ ആണ്, ഞാൻ ഇവിടെ ചെയ്യുന്ന ഓരോ വീഡിയോസും സ്റ്റോക്കിനെ പറ്റിയാണെങ്കിലും ജനറൽ മാർക്കറ്റിനെ പറ്റിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എല്ലാം എന്റെ മാത്രം അഭിപ്രായമാണ്. സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം കണക്കാക്കുക. അത് വെച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ ഒന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഇതാണ് എന്റെ ചാനൽ. ഈ ചാനലിൽ നോക്കിയാൽ അറിയാം, 21 ഒക്ടോബർ 2025 ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വളരെ ക്വിക്കായിട്ട് അതിന്റെ ചാർട്ടിലേക്ക് പോയിട്ട് ആ സമയത്ത് ഈ സ്റ്റോക്ക് എവിടെയായിരുന്നു നോക്കാം. ഓക്കെ, 21 ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വെച്ച് എനിക്കൊരു എൻട്രി എടുക്കാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്നിക്കൽ പാരാമീറ്റേഴ്സും ഫണ്ടമെന്റൽസ് എല്ലാം അലൈൻ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തത്. അതായത് ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് എനിക്ക് തോന്നി. വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നെല്ലാം ഒരുപാട് താഴേട്ട് വന്നു. പിന്നീട് കുറെ കാലം കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പൊ അത് എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നി. ഇപ്പൊ ഏകദേശം പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസമാണ്, ഈ 21 എന്ന് പറയുന്ന ഈ ഒരു ദിവസമാണ് സംതിങ് ഇവിടെ വെച്ച് ഈ ഗ്രീൻ ക്യാൻഡലിന്റെ സമയത്താണ് ഞാൻ ഇതിൽ എൻട്രി എടുക്കുന്നത്. അതിനുശേഷം 6-7% അത് മേളിട്ട് പോയി. പക്ഷെ പിന്നീട് വന്നതൊരു ബ്രൂട്ടൽ സെൽ ഓഫ് ആയിരുന്നു. അതായത് ഈ പറയുന്ന ഒരു ഹയർ ഹൈ എന്ന് പറയുന്ന, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഹയർ ഹൈ സ്ട്രക്ചർ ഈ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹയർ ഹൈ എന്ന് പറയുന്ന സ്ട്രക്ചർ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിന് താഴേട്ട് ഈ സ്റ്റോക്ക് വീണു. വീണത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രൂട്ടലായിട്ട് അതിന്റെ ഒരു സെൽ ഓഫ് നടന്നു. ആക്ച്വലി ഈ ഒരു ഞാൻ ഈ വാങ്ങിച്ച ലെവലിൽ നിന്ന് ആക്ച്വലി ഓൾമോസ്റ്റ് 40% ഈ സ്റ്റോക്ക് വീണതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ഒരു 10% കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഒരു സ്റ്റോക്കിലും എടുക്കാറില്ല. ചില കേസുകളിൽ ഇപ്പം ലോവർ സർക്യൂട്ട് ഒക്കെ അടിക്കുകയാണെങ്കിൽ മാത്രമേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വലിയ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഒരിക്കലും 10% കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മാത്തമാറ്റിക്കലി തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പോകണ്ട. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിന് ഞാൻ എൻട്രി എടുക്കുന്നു. കാരണം എനിക്കൊരു ഹൈ വോളിയം ഉണ്ടായിരുന്നു. അതിനുശേഷം 5-6% അത് മേലിട്ട് പോയതിനു ശേഷം താഴേട്ട് വരുന്നു. ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ആ സമയത്ത് വെച്ചിരുന്നത് ഈ ഒരു ലെവലിലായിരുന്നു, ഈ ഒരു ഗ്രീൻ ലൈനിന്റെ ലെവലിലായിരുന്നു. ആ ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ അത് എക്സിറ്റ് ചെയ്തു. അതെനിക്ക് ലെസ് ദാൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ ഒരു ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 8% അടുത്ത് എത്തിയപ്പോൾ എനിക്കത് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ആ സമയത്ത് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിൽ, ഞാൻ എന്റെ വ്യൂ ഇതിൽ ഉറപ്പിച്ച് നിന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്റ്റബോൺ ആയിട്ട് ഞാൻ ഒരു നിലപാട് എടുത്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൾ ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് ഒരുപാട് താഴേട്ട് പോയി. 1200 ലെവലിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 800 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേട്ട് പോയി. അപ്പൊ നമുക്ക് 10-40% അല്ലെങ്കിൽ 30% വരുന്ന ഭീമമായ ഒരു ലോസിൽ നമ്മൾ ഇപ്പൊ ഇരിക്കേണ്ടി വന്നേനെ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ റൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമുക്കതിന്റെ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായില്ല. അപ്പൊ എപ്പോഴും ഓർക്കുക, ഒരു സ്റ്റോപ്പ് ലോസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എത്രമാത്രം വരുന്ന വലിയ ലോസിൽ നിന്നാണെന്നുള്ളത്. ഇപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഇങ്ങനെ 10, 20, 30 സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരാളല്ല. മാക്സിമം 4-5 സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അറിയാം, അപ്പൊ നമ്മളുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ 4 സ്റ്റോക്കിലാണെങ്കിൽ 2.5 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പൊ ഒരു സ്റ്റോക്ക് ആ ഒരു 2.5 ലക്ഷം രൂപയുടെ 40%, 50% ഒക്കെ ഇടിയാന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്ത വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇപ്പോൾ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ടിനെ പറ്റി ഞാൻ കുറെയൊക്കെ പഠിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽസ് ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്തതിന് ശേഷം
അതിന്റെ ചാർട്ടിലേക്ക് പോയി ഇതിപ്പോ ഒരു എൻട്രി സമയമാണോ, ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്യുക്കായിട്ട് നമുക്ക് നോക്കാമെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണുന്നത് സ്ക്രീനറാണ്. സ്ക്രീനറിൽ ഞാനിപ്പോ വാരി റിനോവബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ സ്റ്റോക്കിന്റെ PE 19.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേറ്റീവ്ലി ചീപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് എങ്ങനെ 19 ആയതുകൊണ്ട് അത് ചീപ്പാണെന്ന് പറയുകയല്ല, ഇതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയും ഇത് വളരുന്ന ഒരു പേസും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചീപ്പാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരിടയ്ക്ക് 2 വർഷം മുന്നേ ഒക്കെ ഇത് ആക്ച്വലി 50-60 PE-ലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. സോ നമുക്ക് അതിലേക്ക് വരാം. ഇതിന്റെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് 10,000 കോടി മാത്രമേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഈ സ്റ്റോക്കിനെ പറ്റി നേരത്തെ കേട്ടിട്ടുള്ളവർക്കറിയാം, ഇതിന്റെ ഒരു പേരന്റ് കമ്പനി ഉണ്ട്, വാരി എനർജീസ് എന്ന് പറയുന്ന 1 ലക്ഷം കോടിക്ക് മേളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനി ഉണ്ട്. ഇതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, അവരുടെ ഒരു സബ്സിഡറി കമ്പനിയാണ്, പ്രത്യേകിച്ച് ഇന്ത്യ ഓപ്പറേഷൻസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടിട്ടില്ലാത്തവർ അവിടെ നോക്കുക, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പൊ വളരെ ക്വിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ PE റേഷ്യോയുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിപ്പോ ഇതിന്റെ ഒരു ഓൾ ടൈം ലോയിലാണ് ആക്ച്വലി, എന്ന് പറഞ്ഞാൽ ബിലോ 20ക്ക് താഴെയാണ്. ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില സമയത്തൊക്കെ 260 PE-ലേക്ക് എത്തിയിട്ടുണ്ട്. 260 PE-ലും 100 PE-ലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പൊ 19 എത്തിയത്. അപ്പോ ഇത് 19 എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ ഇത് വളരെ ചീപ്പാണ് എന്നാ വാങ്ങിക്കാം എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. ഈ സ്റ്റോക്കിന്റെ PE 100 ആണെങ്കിലും 200 ആണെങ്കിലും അത് ആ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഹോൾഡ് ചെയ്ത പല സ്റ്റോക്കുകളും, ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലുള്ള ഒരു സ്റ്റോക്കാണ് നെറ്റ്വർക്ക് ടെക്നോളജീസ്. അതൊക്കെ 100-ന് മേളിലാണ് എല്ലാ കാലത്തും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ സ്റ്റോക്ക് 19-ലാണ്, അതുകൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ യോഗ്യമാണെന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഇനി അതിന്റെ ഗ്രോത്തിലേക്കും കൂടെ നോക്കേണ്ടതുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിൽ ഓൾമോസ്റ്റ് ഒരു 159 കോടി രൂപയുടെ പ്രോഫിറ്റ് ഇന്നലെ ഡിക്ലെയർ ചെയ്ത റിസൾട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് തൊട്ട് മുന്നേ ഉള്ള ക്വാർട്ടർ, അതായത് മാർച്ച് 2026-ലെ ക്വാർട്ടറുമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലെസ് ആണ്. അന്ന് 207 കോടി ഉണ്ടായിരുന്നു, അതിനു മുന്നേ 159 കോടി. അപ്പം ഈ ഒരു ക്വാർട്ടർ മുന്നേ ഉള്ള ഡിസംബർ 2025 അതേ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ഇയർ ഓൺ ഇയർ, അതായത് കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടർ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഏതാണ്ട് 40-45% ഇൻക്രീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിലെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് തന്നെയാണ്. 50%-40% അടുത്ത് ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നത് മോശമല്ല, പർട്ടിക്കുലർലി 19 PE-ൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക്. പക്ഷെ തൊട്ട് മുന്നേയുള്ള ക്വാർട്ടർ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വളർച്ച നല്ലതല്ല, ഡീഗ്രോത്ത് ആണെന്ന് പറയേണ്ടി വരും. ഇനി ഇതിന്റെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത മാർജിൻ ഉണ്ട്, 20% ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് 19% പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണാത്ത ഇതിന്റെ എബിറ്റ മാർജിൻ എന്ന് പറയുന്നത് ആക്ച്വലി ലെസ് ആണ്. അത് നമ്മൾ അതിന്റെ റിസൾട്ട് ഡൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിപ്പോ ഇതിൽ നിങ്ങൾ കാണുന്നില്ല, വളരെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എബിറ്റ മാർജിൻ. അത് ഇച്ചിരി കൺസേണിംഗ് ആണ്, പക്ഷെ അത് അത്ര കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓവറോൾ മാർജിൻ നമുക്ക് 20% സ്റ്റിൽ ഉണ്ട്. അപ്പം OPMs അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് ഏത് കമ്പനിയാണെങ്കിലും. അപ്പൊ OPMs മോശമല്ലെന്ന് നമ്മൾ കണ്ടു. ഇനി അതിന്റെ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 114 കോടിയാണ് ഈ ക്വാർട്ടറിൽ ഇതിന്റെ പ്രോഫിറ്റ് വന്നത്. തൊട്ട് മുന്നിലത്തെ ക്വാർട്ടർ വെച്ച് ഓഫ് കോഴ്സ് കുറവ് തന്നെയാണ്, പക്ഷെ ലാസ്റ്റ് ഇയറിലെ ക്വാർട്ടർ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 10-40% ഇൻക്രീസ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. 30% സംതിങ് ഇൻക്രീസ് ഉണ്ട്. സോ നല്ലതാണ്. ഇനി വളരെ ക്വിക്കായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിന്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രോത്ത് ആണ്. ഫോർ എക്സാമ്പിൾ 2019 വെറും 2 കോടി മാത്രം ലാഭം ഉണ്ടായിരുന്ന കമ്പനി, അല്ലെങ്കിൽ 2021 3 കോടി മാത്രം ലാഭം ഉണ്ടായിരുന്ന കമ്പനി, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മാർച്ച് 2026-ലെ കൺസോളിഡേറ്റഡ് റിസൾട്ട് വന്നപ്പോൾ 641 കോടിയാണ് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ എത്ര മടങ്ങാണെന്ന് ആലോചിച്ച് നോക്കുക. ആ സ്റ്റോക്കിന്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്റ്റോക്കും അതുപോലെ തന്നെ വളർന്നിട്ടുണ്ട്. 1 രൂപ 2020 1 രൂപയിൽ കിടന്ന സ്റ്റോക്ക് ഒരിടയ്ക്ക് 2500 രൂപ വരെ എത്തിയായിരുന്നു. ഇപ്പൊ അത് 900 സംതിങ്ങിലാണ് കിടക്കുന്നത് എന്ന് മാത്രം. ഒരിടയ്ക്ക് 2500 വരെ എത്തിയ ഒരു സ്റ്റോക്കാണ് 1 രൂപയിൽ നിന്ന്. അപ്പൊ അത്രമാത്രം ഒരു ഫ്യൂരിയസ് റാലി നടത്തിയ ഒരു സ്റ്റോക്ക് കൂടിയാണത്. സോ നമ്മൾ പ്രോഫിറ്റ് സെക്ഷൻ ഒക്കെ കണ്ടു. ഇനി വളരെ ക്വിക്കായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറയാൻ പോണത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ഞാൻ എപ്പോഴും ഇതിൽ വളരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി 2500 ലെവൽ എത്തുന്ന സമയത്തും പ്രൊമോട്ടർമാർ 74% ഹോൾഡ് ചെയ്തിരുന്നു. ഇപ്പൊ 1000 ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴും അവരുടെ സ്റ്റേക്ക് കുറച്ചിട്ടില്ല എന്നുള്ളത് ബിഗ് പോസിറ്റീവ് ആണ്. അവർ ഈ 74.32 എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവർക്ക് വേണമെങ്കിൽ 2500 ലെവലിലൊക്കെ ഉള്ള സമയത്ത് ഇവർക്ക് പ്രൊമോട്ടർമാർക്ക് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്ത് നല്ല ഭീമമായ ലാഭം എടുക്കാമായിരുന്നു. പക്ഷെ അവര് ഈ കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ പറ്റി ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഹോൾഡ് ചെയ്തായിരിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഇനി
FIIs കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് FIIs പ്രൊലോങ്ഡ് ആയിട്ടുള്ള സെല്ലിംഗ് ആയിരുന്നു. ഈ ലാസ്റ്റ് 1 ഇയറിൽ മുഴുവൻ സെല്ലിംഗ് തന്നെയായിരുന്നു. മേജർലി അവർ സെല്ല് ചെയ്യുന്നത് ലാർജ് ക്യാപ്പിലാണെങ്കിൽ കൂടെ ഇവിടെ അവർ അങ്ങനെ സെല്ല് ചെയ്യുന്നില്ല. ഇവൻ അവരുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 1.98% ആണ്. അത് തന്നെ 1.85 നിന്നുള്ള ഒരു ഇൻക്രീസ് ആണ്. സോ FIIs ബുള്ളിഷ് ആണ് ഈ സ്റ്റോക്കിൽ നിന്നുള്ളത്, വളരെ പോസിറ്റീവ് ആണ്. ഇനി DISന്റെ കാര്യം എടുത്താൽ പോലും അവരൊന്നും ഒരുപാട് ഹോൾഡ് ചെയ്യുന്നില്ല, വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റി മാത്രമേ DIS ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സോ മേ ബി ദേ ഹാവ് ദെയർ ഓൺ റീസൺസ് ഉണ്ടാവാം, പക്ഷെ അതൊരു നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഹോൾഡിംഗ് എന്തായാലും അവരുടെ കയ്യിലുണ്ട്. പിന്നീട് ഇവിടെ എനിക്ക് പേഴ്സണലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഈ പബ്ലിക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളത് കാണുന്ന ആളുകളെ പോലെയുള്ള ആൾക്കാരുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 23% ഉണ്ട്. അത് ഒരിടയ്ക്ക് 25% ഉണ്ടായിരുന്നു, അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പബ്ലിക് ഹോൾഡിംഗ് കഴിവുന്ന അല്ലെങ്കിൽ ഈ പബ്ലിക് ഹോൾഡിംഗ് എത്ര കുറഞ്ഞിരിക്കാൻ പറ്റുമോ അത്രയും ഞാൻ കൺവിൻസ്ഡ് ആയിരിക്കും ഒരു സ്റ്റോക്കിൽ. ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്കൈ റോക്കറ്റ് ഒന്നും അല്ല, കാരണം കൂടുതലും പ്രൊമോട്ടർമാരുടെ കയ്യിലാണ്. ഇവിടെ 21% ഉണ്ടെങ്കിലും അതത്ര തീരെ മോശമാണെന്ന് ഉള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അവര് 23% പബ്ലിക്കിന്റെ കയ്യിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഈ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് തരുന്നില്ല, പോസിറ്റീവ് തന്നെയാണ് ഓവറോൾ. ഇനി ഈ ഒരു മേഖല ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷത്തെ ഇവരുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 142% ആണ്. കഴിഞ്ഞ 3 കൊല്ലത്തെ മോശമല്ല, 114% ഉണ്ട്. അതുപോലെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത്, സെയിൽസ് ഗ്രോത്ത് ആണ് പറഞ്ഞത്, പ്രോഫിറ്റ് ഗ്രോത്ത് അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ അത് വളർന്നു വരുന്നുണ്ട്. സ്റ്റോക്ക് പ്രൈസിന്റെ CAGR ആക്ച്വലി ഈ ഗ്രോത്തിന്റെ അത്രയും ഇല്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഇവിടെ 10 വർഷം കണ്ട് 136% വളർന്നെങ്കിൽ ഇത് 10 വർഷം കണ്ട് 70% സ്റ്റോക്ക് CAGR വളർന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. CAGR ആണ്, ഓക്കെ, അല്ലാണ്ട് ടോട്ടൽ റിട്ടേൺ അല്ല പറയുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എല്ലാം അടിപൊളി ഫിഗേഴ്സ് ആണ്, ഇതിലൊന്നും നമുക്കൊരു ഇതും ഇല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഗ്രോത്തിന്റെ അത്രയും വളർച്ച ഈ സ്റ്റോക്ക് പ്രൈസ് അപ്രീസിയേഷൻ വന്നിട്ടില്ല എന്ന് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരിടയ്ക്ക് ഇത് 2500 ലെവലിലേക്ക് പോയതാണ്, അതിനുശേഷമാണ് ഇതിൽ സെൽ ഓഫ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ലാസ്റ്റ് 3 ഇയറിലൊക്കെ വെറും 54% കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബാർഗെയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ നമുക്കിനി അത് ചാർട്ടിലേക്കും കൂടെ പോയി നോക്കിയതിനു ശേഷം മാത്രം, ചാർട്ട് കൂടെ കൺവിൻസിങ് ആണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചാർട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് വളരെ ക്വിക്കായിട്ട് ഈ കമ്പനിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്ന കുറച്ച് ഇവന്റുകളും കാര്യങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് അടുത്ത ഒരു വർഷത്തേക്ക് 5300 കോടി രൂപയുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതിന്റെ ഒരു ഹിന്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ കയ്യിൽ 5300 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സ്ക്രീനർ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇവരുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. അപ്പോ 20% പ്രോഫിറ്റ് മാർജിൻ ഉള്ള ഒരു കമ്പനി 5300 കോടി രൂപയുടെ ഓർഡർ അടുത്ത 4 ക്വാർട്ടറിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏതാണ്ട് 1000 കോടി രൂപയായിരിക്കും, ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ വർഷവും ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, ഇപ്പം ഇത് ഇയർലി ചാർട്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 2023 59 കോടി രൂപ, 145, 229, 583. അപ്പം ഈ ഇയർ അല്ലെങ്കിൽ 2026, 27 ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ നമ്മൾ ന്യായമായിട്ട് ഇവിടെ കാണാൻ പോകുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് 1000 crores ആയിരിക്കണം. പക്ഷെ അവിടെ റിസ്ക് ഉണ്ട്. കാരണം ഈ പറയുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ 5300 കോടി രൂപയുടെ ഓർഡർ മുഴുവനായിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്ന നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഓർഡർ ബുക്ക് ഉണ്ടാവും, പക്ഷെ പല ഓർഡറുകളും ക്യാൻസൽ ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, അത് ഏത് കമ്പനിയിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ നമുക്കൊരു ബെസ്റ്റ് കേസിൽ ഈ 1000 കോടി രൂപയുടെ ലാഭം നമുക്ക് ഈ 5300 കോടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ഈ ഓർഡേഴ്സ് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു 800 crores, ഒരു 700 crore എങ്കിലും ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വന്നാൽ പോലും ഇയർ ഓൺ ഇയറിൽ ഏതാണ്ട് 80% മുതൽ 90% വരെ ഗ്രോത്ത് ഇവർക്ക് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്, ഞാനിപ്പോ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ പറ്റിയാണ്. അടുത്ത 4 ക്വാർട്ടറിൽ എന്ത് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് ഈ കമ്പനിയിൽ ഈ റീസെന്റ് ആയിട്ട് നടന്നത്, ഇവരൊരു കമ്പനീനെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രമുഖമായ ഒരു കമ്പനിയിൽ ഇവർ സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. ആ കമ്പനി വേറെ ഒന്നുമില്ല, APSPL എന്ന് പറയുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇവർ ഓൾമോസ്റ്റ് 55% അക്യൂസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. 55% അക്യൂസിഷൻ എന്ന് പറയാൻ നേരത്ത് ആ
കമ്പനി APSPL എന്ന് പറയുന്ന കമ്പനിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ആര് വാരി റിന്യൂവബിൾ എന്ന് പറയുന്ന കമ്പനി. അപ്പൊ എന്തിനായിരിക്കും ഇവർ ഈ അക്വിസിഷൻ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു പ്യുവർ പ്ലേ സോളാർ കമ്പനി എന്ന നിലയിൽ മാത്രമാണ് ഈ അക്വിസിഷന് മുന്നേ ആയിട്ട് വാരി എനർജീസ് അറിയപ്പെട്ടിരുന്നത്. കാരണം അവരെന്ത് ചെയ്യുന്നു, അവര് ഓരോരോ കോൺട്രാക്ട് ബേസിൽ ഓരോ കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വീടുകൾക്കോ ഒക്കെ സോളാർ പാനലുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ നെസസറി നീഡ് അനുസരിച്ച് അവർ റൂഫ് ടോപ്പ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല മറ്റു രീതിയിലാണെങ്കിൽ അങ്ങനെ എല്ലാ രീതിയിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള കമ്പനിയാണ്. പക്ഷെ ഇവർക്ക് ഒരിക്കലും ഈ ഗ്രിഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പവർ സപ്ലൈ ചെയ്യുന്ന ആ ഗ്രിഡുകൾ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഈ പവർ ഗ്രിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വളരെ മാർജിൻ കൂടിയ ബിസിനസ് ഉള്ള ഒരു ഇന്ത്യയിൽ വളരെ മാർജിൻ കൂടിയ ഒരു ബിസിനസ് ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസിനെ കുറെ കൂടെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും കുടക്കീഴിൽ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ APSPL എന്ന് പറയുന്ന കമ്പനിയെ അവര് എന്ത് ചെയ്തത്, അവര് സ്റ്റേക്ക് എടുത്തത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയും പ്രോഫിറ്റ് മാർജിനെയും പോകുന്ന ഇയറുകളിൽ കൂട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അത് മാത്രമല്ല APSPL എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുത്തത് വഴി ഒരു അഡീഷണൽ 2700 കോടി രൂപയുടെ ഓർഡർ കൂടെ ഇവരുടെ കയ്യിൽ, ഇവരുടെ പൈപ്പ് ലൈനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കിപ്പോ അത് കാര്യമായിട്ട് എടുക്കണ്ട. ഈ അക്വിസിഷൻ ഇല്ലാതെ തന്നെ 5300 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഇവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്താൽ മതി. കാരണം നമ്മളൊരു പുതിയ കമ്പനിയെ അക്വിസിഷൻ ചെയ്തു അല്ലെങ്കിൽ അതിൽ സ്റ്റേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓർഡർ ബുക്ക് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രവർത്തനം എത്ര പെട്ടെന്ന് ക്യുക്കായിട്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. സോ നമുക്കിപ്പോൾ ഈ 2700 കോടി എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ APSPL എന്ന് പറയുന്ന കമ്പനി ഇതിൽ പറയുന്നുണ്ട് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് ഈ 4G 5G ടവറുകളിൽ പവർ എത്തിക്കുക, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ഇപ്പം ഈ സോളാർ വഴി നമ്മൾ ഉണ്ടാക്കുന്ന പവറിനെ ഗ്രിഡുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ജോലി, ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം വാരിയുടെ കയ്യിലേക്ക് വരാൻ നേരത്ത് അവർക്ക് കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം അവരുമായിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇവർ അക്വിസിഷൻ ചെയ്തത്. അല്ലാതെ വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് മേഖലയിൽ ഉള്ള കമ്പനി ഒന്നും അല്ല ഇവർ അക്വിസിഷൻ ചെയ്ത് അല്ലെങ്കിൽ അവർ സ്റ്റേക്ക് എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇവരുടെ ചാർട്ടിലേക്ക് നോക്കിയിട്ട് ചാർട്ട് എന്താണ് നമ്മളോട് പറയുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അതായത് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ് ഈ കമ്പനിയെ ജഡ്ജ് ചെയ്യുന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫണ്ടമെന്റൽ അവർ ആരെയൊക്കെ വാങ്ങിച്ചു, ഏതൊക്കെ കമ്പനിയിൽ അക്വിസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേക്ക് എടുത്തു, എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. അൺടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റിന്റെ വേർഡിക്റ്റ് എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഒരു കമ്പനി നിരന്തരമായി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ചാർട്ട് കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ പോയി തല വെക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മൾ കാണാത്ത എന്തോ കാര്യങ്ങൾ മറ്റു പലരും കാണുന്നുണ്ടെന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ സ്മാർട്ട് ആവാൻ ശ്രമിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പ്രൈസ് മേളിലേക്ക് പോകുമ്പോൾ മാത്രം അതിൽ എൻട്രി ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഫിലോസഫി. ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യവും വളരെ ക്വിക്കായിട്ട് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് വാരി റിന്യൂവബിൾസിന്റെ 1 ഡേ ക്യാൻഡിൽ ചാർട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 1 രൂപയിൽ കിടന്ന സ്റ്റോക്കാണ്. ഈ 1 രൂപയിൽ നിന്നാണ് ഇതിന്റെ റാലി എന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2020 കാലഘട്ടത്തിൽ 2 രൂപയും അതിനു മുന്നേ 1 രൂപയിലൊക്കെ കിടന്ന സ്റ്റോക്ക് അവിടെ നിന്ന് എത്ര ശതമാനം റിട്ടേൺ കൊടുത്തതായിട്ട് കാണാൻ പറ്റും? ഓൾമോസ്റ്റ് 1 ലക്ഷത്തിനും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 2500 ലെവലിൽ എത്തിയെന്ന്, അത് തെറ്റാണ് കേട്ടോ. 3000 ലെവലുകളിൽ ഇത് ടച്ച് ചെയ്തായിരുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്, എന്റെ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് 1 രൂപയിൽ നിന്ന് 3000 രൂപയിലേക്ക് 5 വർഷം കണ്ട് റാലി ചെയ്ത സ്റ്റോക്കാണിത്. 5 വർഷം കണ്ടല്ല, 4 വർഷം കണ്ട് റാലി ചെയ്ത സ്റ്റോക്കാണിത്. അപ്പൊ അതിനുശേഷം ന്യായമായിട്ടും ഒരു സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കുമല്ലോ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഒരു സെൽ ഓഫ് എന്ന് പറയുമ്പോൾ ഈ 3000 ലെവലിൽ നിന്ന് ആക്ച്വലി ഇപ്പൊ കറന്റ് ലെവലായ 949 ഓൾമോസ്റ്റ് 70% വരുന്ന ഒരു സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ എടുത്ത എൻട്രി എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇതിന് മേളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് അടിച്ചത്. അതിനുശേഷം സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഇത്രയും ഫെയിൽ ചെയ്തു. വീണ്ടും ഒരു റിക്കവറിക്ക് ഇവിടെ ശ്രമിച്ചു. നിങ്ങൾ കാണാം അതൊരു ഹൈ വോളിയം റിക്കവറി ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത്, കാരണം ഈ സ്റ്റോക്ക് എന്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്തായിരുന്നു എങ്കിലും ഇതെന്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ലെവലുകൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബ്രേക്ക് ഔട്ട് കണ്ടു. അതൊരു ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഏതാണ്ട് ഈ ഒരു ലെവലിൽ ഇതിലൊരു എൻട്രി എടുത്തു. ആ എൻട്രി
ന്യായമായ റിട്ടേൺ എനിക്ക് ആക്ച്വലി ഒരു ഷോർട്ട് പീരീഡിൽ തന്നു. ആക്ച്വലി ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 27-29% റിട്ടേൺ നമുക്ക് തന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സ്റ്റോക്ക് താഴേട്ട് വന്നു. അപ്പൊ 27 ഏതാണ്ട് എനിക്ക് 27 ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു, 15-20% റിട്ടേണേ വന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ 15% എത്തിയപ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റിലേക്ക് എത്തിച്ചായിരുന്നു. അതായത് നമ്മൾ വാങ്ങിച്ച പ്രൈസ് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തിച്ചായിരുന്നു. 10% ഞാൻ അതിന് മുന്നേ ഞാൻ ഇട്ടിരുന്ന സ്റ്റോപ്പ് ലോസ്. പക്ഷെ ഞാൻ അത് വീണ്ടും റിവൈസ് എന്റെ പർച്ചേസ് പ്രൈസിലേക്ക് എത്തിച്ചായിരുന്നു. അത് എന്ത് സംഭവിച്ചാൽ വീണ്ടും ആ പ്രൈസിൽ എത്തി അത് ഹിറ്റ് എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പൊ ഞാൻ ആ സ്റ്റോക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി വീണ്ടും അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു എന്ന് മനസ്സിലായി. ആ സ്റ്റോപ്പ് ലോസിൽ അടിച്ചു. പക്ഷെ എനിക്ക് അവിടെ നഷ്ടം സംഭവിച്ചില്ല. കാരണം ഓൾറെഡി ഞാൻ വാങ്ങിച്ച പ്രൈസിൽ നിന്ന് അത് പിന്നെയും കയറി പോയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ 10-20% എനിക്ക് റിട്ടേൺ വന്നു. അതിനുശേഷമാണ് കോസ്റ്റിലേക്ക് എത്തി സ്റ്റോപ്പ് ലോസ് അടിച്ചത്. അത് പിന്നെ വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ റാലിക്ക് ശ്രമിച്ചു, സെൽ ഓഫ് നടന്നു. അത് ഇന്നലെ റിസൾട്ട് വന്നു, ഇന്നലെ വൈകിട്ട് റിസൾട്ട് വന്നു. അത് ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം ആക്ച്വലി ഇതിലൊരു 7% ഡിപ്പും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടായിരിക്കും ആ ഡിപ്പ് വന്നത്? നമുക്കറിയാം മാർക്കറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. ഇപ്പൊ ഈ ഒരു ഡിപ്പിനെ ഞാൻ അനലൈസ് ചെയ്യുന്നത് ഇതൊരു വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യ വോളിയം ഉണ്ട്. പക്ഷെ എന്നാൽ അവരുടെ ബൈ വോളിയത്തിന്റെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ വോളിയം ഉണ്ട്. പക്ഷെ അത്ര കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കൺസേണിംഗ് ഒന്നും അല്ല. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ റിസൾട്ടിനെ പറ്റി ഓൾറെഡി നോക്കിയായിരുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ ഇച്ചിരി കുറവാണെങ്കിലും ഇയർ ടു ഇയർ നോക്കുമ്പോൾ നല്ല റിസൾട്ട് ആയിരുന്നു. പക്ഷെ സംഭവം അതിലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ 2 പോയിന്റിനും വെച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, അതായത് നേരത്തെ ഒരു റിക്കവറിക്ക് ശ്രമിച്ചു, സെൽ ഓഫ് വന്ന് വീണ്ടും ഒരു റിക്കവറി നടന്നു, ഇപ്പൊ ഒരു സെൽ ഓഫ് ഇടുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതല്ല ഇതിന്റെ ബെസ്റ്റ് എൻട്രി പോയിന്റ്. ശരിക്കുമുള്ള എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇതിൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് വരുന്നത്. അപ്പൊ അത്രയും വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രി പോയിന്റ് കിട്ടും, ഒരു ലോ റിസ്കിൽ ഒരു ട്രേഡ് കിട്ടും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നാളെ നോക്കുക, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നെഗറ്റീവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇന്ന് 7% ഡൗൺ ആയിരുന്നു. അപ്പൊ നാളെ ഇത് നെഗറ്റീവ് ആണ്. പക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ താഴെ ആയിട്ട് പോയിട്ട് ക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി പോയിന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിവേഴ്സ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഇവിടെ ഒരു എൻട്രി എടുത്തു, അതിന്റെ അടുത്ത ദിവസങ്ങളിൽ ഇത് ഇവിടെ താഴെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് അതിന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു 1-2% വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ആസ് പെർ മൈ ക്രൈറ്റീരിയ, എന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ശരിക്കുമുള്ള എൻട്രി ഇതിന് മേളിലാണ്. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രൈ ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും വലിയ ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ എൻട്രിക്ക് ശ്രമിക്കരുത്. കാരണം അതൊരു ഫോളിംഗ് നൈഫ് ക്യാച്ച് ചെയ്യുന്ന പോലെ ആയി പോകും. അത് ചെയ്യാൻ പാടില്ല. അതൊരു നല്ലൊരു ഐഡിയയുമല്ല. അപ്പൊ ചെറിയൊരു എമൗണ്ടിൽ വേണമെങ്കിൽ ഒരു ട്രൈ നടത്താം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ എപ്പോഴാണോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് അപ്പൊ എക്സിറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റോക്കിന് വേണമെങ്കിൽ എങ്ങോട്ട് പോവാം, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈ സ്റ്റോക്കിന് വീണ്ടും ഈ ലോ ടെസ്റ്റ് ചെയ്യാം. അതൊരു 20% താഴെയാണ്. അപ്പൊ വെറുതെ നമ്മൾ അത്രയും 20% ലോസിൽ അപ്പൊ ഇരിക്കേണ്ടി വരും. പക്ഷെ പകരം നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒരു ക്ലോസിംഗ്, ഒരു ഡേ ക്ലോസിംഗ് ഇതിന് താഴെ വരുവാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 1 or 2% നമുക്ക് ലോസ് എടുത്തിട്ട് ഇറങ്ങാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ റിക്കവറി ആണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ എടുക്കാനും സാധിക്കും. അതാണ് ഇതിന്റെ ഒരു എൻട്രി പോയിന്റ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പൊ ഇതിന്റെ ഒരു വീക്ക്ലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഓൾമോസ്റ്റ് ഒരു 3000 ലെവൽ ടച്ച് ചെയ്തതിനു ശേഷമാണ് വീണ്ടും 700 ലെവലുകളിലേക്ക് ഇത് സെൽ ഓഫ് നടന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇത് ഓൾ ടൈം ഹൈ ഇത് ഹിറ്റ് ചെയ്യുന്നത് ഏപ്രിൽ 2022 ആ സമയങ്ങളിലാണ്. 2024 ഏപ്രിലാണ് ഇത് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയം മുതൽ ഈ കഴിഞ്ഞ 2 വർഷം എന്താണ് ഇതിന്റെ സ്റ്റോക്ക് പെർഫോമൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പക്ഷെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2024 207 കോടി രൂപയായിരുന്നു ഇതിന്റെ പ്രോഫിറ്റ് എങ്കിൽ 2026 ക്ലോസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 641 കോടി രൂപ പ്രോഫിറ്റിലേക്ക്, അതായത് 3 ഇരട്ടിയോളം വളർന്നിട്ടുണ്ട്. പക്ഷെ 3 ഇരട്ടി വളർന്നിട്ടും ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 70% ആക്ച്വലി എന്ത് സംഭവിച്ചത്, ഇതിൽ ഒരു സെൽ ഓഫ് വന്നത്. അപ്പൊ അതാണ് വാല്യുവേഷന്റെ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഒരു സമയത്ത് 100 എത്തിയായിരുന്നു, 100, 150 എത്തിയായിരുന്നു. അപ്പൊ ഒരിക്കലും ഒരു സോളാർ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി
അതൊരു ട്രഡീഷണൽ ബിസിനസ് ആണ്, ഒരു ന്യൂ ഏജ് ടെക്കോ എയോ അങ്ങനെയുള്ള ഒന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കമ്പനി ഒരിക്കലും 150 പിയിലൊക്കെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. അതൊരിക്കലും മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ആ സെൽ ഓഫ് വന്നത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ പി എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ബിസിനസ് ഹോൾഡ് ചെയ്യേണ്ട പി തന്നെയാണ്. ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും ഇതിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മളത് കണ്ടതാണ് ഓൾറെഡി. അപ്പൊ ഈ 19 പിയിൽ ഒരു എൻട്രി നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ദോ 19 പി എങ്കിലും ഇതിൽ ഒരിക്കലും വലിയ റിസ്ക് എടുത്ത് കളിക്കാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുക. അപ്പൊ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, വാരി റിന്യൂവബിൾസിന്റെ ഒരു പേരന്റ് കമ്പനി ഉള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് വാരി എനർജീസ് ആണ്. അവർക്ക് അമേരിക്കയിൽ ബിസിനസ് ഉണ്ട്. അവരാണ് ഇവരുടെ പേരന്റ് കമ്പനി. 1 ലക്ഷം കോടിക്ക് മേളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള വലിയ കമ്പനിയാണ്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നതും കൂടെ നോക്കിയാൽ, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ പേരന്റ് കമ്പനിയുടെ റിസൾട്ട് കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ചില ഇൻസൈഡേഴ്സ് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്ന, നമ്മളെക്കാളും കൂടുതൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഈ വരുന്ന വാരി എനർജീസിന്റെ റിസൾട്ട് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചൈൽഡ് കമ്പനിയായ വാരി റിന്യൂവബിൾസിൽ നിന്ന് സെൽ ഓഫ് നടത്താനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ പേഴ്സണലി അങ്ങനെ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് 7% വീണു എന്ന് പറയുമ്പോൾ ഈ 7% വിറ്റത് റീറ്റെയിലേഴ്സ് ആവാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. കാരണം FIISO DISO ഒന്നും അധികം വിൽക്കാനുള്ള പോസിബിലിറ്റി കാണുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. എഗെയിൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു സ്റ്റോക്കിൽ കയറാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി നടത്തുക. ഞാൻ കാണാത്ത പലതും നിങ്ങൾ കണ്ടെന്ന് വരാം. അപ്പൊ അതനുസരിച്ച് മാത്രം നിങ്ങളുടെ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ ഒരു പുതിയ സ്റ്റോക്കിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ